ഷാബിയുടെ കുട്ടിക്കാലം കാണിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഷാബിയുടെ ഒരു കളിക്കൂട്ടുകാരൻ എന്ന് തന്നെ പറയാം. അരവിന്ദ്, അപ്പുറത്തിരിക്കുന്നത് രമേഷ് ഭായ്, ദീപ, അവരുടെ രണ്ടാമത്തെ മകൻ ആനന്ദ്. ഇവർ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് തന്നെയാണ്. ഞങ്ങൾ ഗൾഫിലായിരിക്കുമ്പോഴേ തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണിത്. ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ആകസ്മികമായിട്ട് ഇവനും ഓട്ടിസം തന്നെയായിരുന്നു. ഷാബിയുടെ അടുത്തേക്ക് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരുമായിട്ട് നല്ല അറ്റാച്ച് ഉണ്ട്. അവരുടെ മോൻ കളിക്കാൻ വരുമ്പോഴും ഒക്കെ ഷാബി കാണിക്കുന്ന അതേ കളികളൊക്കെ ആയിരുന്നു അവനും കളിച്ചിരുന്നത്. അതായത് തലയും കൊണ്ട് ഇങ്ങനെ ആടും, ചാടി കളിക്കും. ഈ ഒരേ സംഗതിയെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുക. അതുപോലെ വണ്ടികൾ വരി വരിയായി വെച്ചിട്ട് അതിനെ നോക്കിയിരിക്കുക. ഇതൊക്കെ ഓട്ടിസത്തിൻ്റെ ഒരു സിംറ്റംസ് ആണ്. പക്ഷേ അത് ഞങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല. ഇത് ഓട്ടിസം ആണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരുടെയും ഇതേ അവസ്ഥയായത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. ഇവർ രണ്ടുപേർക്കും നല്ല രീതിയിൽ ട്രെയിനിങ്ങൊക്കെ കൊടുത്തിരുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. ഇവൻ്റെ വീഡിയോസും ഇതൊക്കെ കണ്ടപ്പോൾ അവനെയും കാണാൻ വന്നതാണ്. ബാംഗ്ലൂരിൽ നിമാൻസിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഓട്ടിസത്തെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അശോകയും മോനെയും കൂട്ടിയിട്ടാണ് പോയത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇത് ആനന്ദാണ്. ഇവന് അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ MSc ബയോടെക്നോളജിയിൽ കാരക്കുടി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഗോൾഡ് മെഡലിസ്റ്റുമാണ്. ഇപ്പോൾ ഡൽഹിയിൽ UPSCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു.